ഇംപ് ഒരു ഇല്ലാത്ത ജീവിയാണ്. നമ്മുടെ ലുട്ടാപ്പിച്ചാത്തനെ പോലെ പടുവികൃതിയായ ഒരു കുട്ടിച്ചാത്തൻ യൂറോപ്പിലെ നാടോടി കഥകളിലും ഉണ്ട്. മന്ത്രവാദികളുടെ സഹായിയായി കൂടെ നടക്കുന്നയാളാണ് ഈ ഇംപ്. ആദ്യകാലത്തെ ജർമ്മൻ നാടോടി കഥകളിലാണ് കൂടുതലായും ഇംപിനെ കാണുക. ലുട്ടാപ്പിയെ പോലെ ഇംപിനും തീ ഊതാൻ കഴിയും. ആളൊരു കുഞ്ഞന, വലിയ ചെവികളും വലിയ കണ്ണുകളും വാലും കൂർത്ത പല്ലും കൊമ്പൊക്കെയുള്ള ഇമ്പുകളിൽ ചിലതിന് വവ്വാലിൻ്റെതുപോലുള്ള ചിറകുകളും ഉണ്ടാവും. ഇമ്പുകൾക്ക് രൂപം മാറാനും അദൃശ്യരാകാനുമുള്ള കഴിവുണ്ട്. കാട്ടിലും ഗുഹകളിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലുമാണ് താമസം. ഇമ്പുകളെ ജയിക്കാൻ അതിബുദ്ധി വേണമെന്നാണ് കഥകളിൽ പറയുന്നത്. ഇമ്പിനെ വാളിൻ്റെയോ ക്രിസ്റ്റൽ ബോളിൻ്റെയോ ഒക്കെ ഉള്ളിൽ അടിമയെ പോലെ അടക്കി നിർത്താം എന്ന് വിശ്വാസമുണ്ട്. നമ്മുടെ രാഗിനി അമ്മൂമ്മ മായാവിയെ കുപ്പിയിലാക്കി കൊണ്ട് നടക്കണ പോലെ ഈ ഇമ്പുകളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന എഴുത്തുകാരൻ 1891 പ്രസിദ്ധീകരിച്ച ദ ബോട്ടിൽ ഇംപ് എന്ന കഥയിൽ ആ ആശയം ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇംപ് എന്ന പേര് പഴയ ഇംഗ്ലീഷ് വാക്കായ ഇംപയിൽ നിന്ന് ഉണ്ടായതാണ്. സ്പെല്ലിംഗ് YMPA ആണ് കേട്ടോ. മരത്തിന്റെ ശാഖ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. വിക്രമാദിത്യന്റെ തോളിലിരിക്കുന്ന വേതാളത്തെ പോലെ മനുഷ്യരുടെ തോളിൽ കയറി അവരെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇമ്പുകളും ഉണ്ടത്രേ.